സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ നമ്മളെല്ലാവരും കളിച്ചിട്ടുള്ളൊരു ഗെയിമാണല്ലേ ബിങ്കോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 2026 ബിങ്കോ കാർഡാണ്. സോ ബിങ്കോ കാർഡ് എന്താണെന്ന് പറഞ്ഞു തരുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ഡെക്കറേഷൻ വർക്കൊക്കെ ഒന്ന് ചെയ്യാം. സോ ഞാൻ മുകളിൽ തന്നെ ബിങ്കോ കാർഡ് 2026 എന്നുള്ളൊരു ലേബിൾ ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ കുറച്ച് ഗിങ്കാം പാറ്റേൺസും എൻ്റെ കയ്യിലുള്ള കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു ബിങ്കോ എന്നുള്ള ആ ഒരു ലെറ്റർ ഞാൻ തന്നെ വൈറ്റ് പേപ്പറിൽ എഴുതി കട്ട് ചെയ്തെടുത്ത് സ്റ്റിക്ക് ചെയ്യുകയാണ് ചെയ്തത്. സോ കൂടുതൽ ഡെക്കറേഷൻ പരിപാടിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നില്ല. പിന്നെ കുറച്ചും കൂടി ഭംഗിയാക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ ചെയ്തേ ഉള്ളൂ. ഇതാണ് മെയിൻ പോയിന്റ്. നമ്മൾ ഒരു പേജിൽ ഇതുപോലെ കുറച്ച് ബോക്സസ് ആണ് വരയ്ക്കുന്നത്. നമ്മൾ ബിങ്കോ ഗെയിം കളിക്കുന്ന പോലെ തന്നെ. ആക്ച്വലി ഇതൊരു 5x5 മൊത്തം ഒരു 25 ബോക്സസ് വേണം. പക്ഷേ എൻ്റെ പേജിൽ പ്ലേസ് കുറവായതുകൊണ്ട് സ്ഥലം കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് ബോക്സസ് കുറച്ചാണ് വരച്ചത്. ആൻഡ് അതിലും റാൻഡമായിട്ട് കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചിട്ട് ചെറിയൊരു ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഓവറോൾ ഒരു ബ്രൗൺ കൈൻഡ് ഓഫ് തീമിലാണ് ഈ ഒരു പേജ് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ഈ ഒരു ഡെക്കറേഷൻ പർപ്പസിനല്ല ഇമ്പോർട്ടൻസ് ഉള്ളത്. ഞാൻ പിന്നെ കുറച്ചൊരു കാണാനൊക്കെ ഉള്ളൊരു രസത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്തെന്നുള്ളൂ. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. എന്താണ് ബിങ്കോ കാർഡ്? ബിങ്കോ കാർഡ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഇയറിനെ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മന്ത്ലിയോ ഒക്കെ ചെയ്യുന്ന കുറച്ച് ടാസ്ക് അല്ലെങ്കിൽ കുറച്ച് ചലഞ്ചസ് അല്ലെങ്കിൽ കുറച്ച് ലക്ഷ്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു സംഭവമാണ്. ഇതിൽ ഏതൊക്കെയാണോ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. ലൈക്ക് ഒരു വലിയ വിഷൻസ് അല്ല. ഫോർ എക്സാമ്പിൾ ഒരു ഡേ മുഴുവൻ നേച്ചറിൽ സ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരുപാട് നാളായിട്ട് കോൺടാക്റ്റ് ഇല്ലാത്ത ഒരു ഫ്രണ്ടിനെ കോൾ ചെയ്യുക. അങ്ങനത്തെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചെറിയ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞാനിവിടെ ചെയ്യുന്നത് എൻ്റെ ഒരു 2026 ഒരു ബിങ്കോ കാർഡാണ്. വേണമെങ്കിൽ നമുക്ക് ഓരോ മന്ത്ലി വൈസ് ഇതുപോലെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇതുപോലത്തെ കൂടുതൽ ഐഡിയാസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ 50+ ടാസ്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇഷ്ടമുള്ളത് വെച്ചിട്ട് നിങ്ങൾക്കൊരു ബിങ്കോ കാർഡ് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഇൻട്രസ്റ്റിംഗ് ഒരു ടോപ്പിക്കല്ലേ. അപ്പോൾ ഈ ഒരു ഇയറിൽ ഇതുപോലത്തെ ബിങ്കോ കാർഡ്സൊക്കെ നിങ്ങളുടെ ജേർണലിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ആൻഡ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആസ് ഓൾവേസ് ലൈക്കും സബ്സ്ക്രൈബും മറക്കണ്ട. ബൈ.